കറുപ്പും വെളുപ്പിന്റെ സിനിമ വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടർബോ എന്ന മമ്മൂട്ടി സിനിമയാണ്. നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? ഒരു മെഗാസ്റ്റാർ സിനിമ എന്ന നിലയ്ക്ക് മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് കിട്ടേണ്ട ഒരു മിനിമം ഗ്യാരണ്ടി കിട്ടിയ ഒരു പടമാണ് ടർബോ. മമ്മൂട്ടിയുടെ ഒരു സാധാരണ പടം എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് അഭിനയ മികവോ ഒന്നും എടുത്തു കാണിക്കാനില്ലാത്ത ഒരു സാധാരണ പടമാണ്. ഇതൊരു ക്രൈം ത്രില്ലറുമാണ്. മമ്മൂട്ടിയുടെ കൂടെ ദിലീഷ് പോത്തനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഒരു ഹൈ റേഞ്ചിലെ ജീപ്പ് ഡ്രൈവറായി ജീവിതം തുടങ്ങുന്ന മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലേക്ക് പോകുന്നത് വഴിയാണ് സിനിമയിലെ നാടകീയ ചെന്നൈയിലെ രാഷ്ട്രീയ മാഫിയുടെയും ഗുണ്ട സംഘങ്ങളുടെയും പകപോക്കലുകളും ചതികളും പകവീട്ടലും എല്ലാം അടങ്ങിയ ഒരു ചെറിയ മസാലപ്പടം തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോ. ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ലായിരുന്നു. മിനിമം ഗ്യാരണ്ടി സിനിമ എന്നുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ പണം തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ചെന്നൈയിലെത്തുമ്പോൾ വെട്രിവേൽ ഷൺമുഖസുന്ദരം എന്ന വില്ലൻ കഥാപാത്രമാണ് മമ്മൂട്ടിക്ക് നേരിടേണ്ടി വരുന്ന ആദ്യത്തെ വെല്ലുവിളി. ഈ സിനിമയിൽ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഞ്ജന ജയപ്രകാശാണ്. ഓരോരുത്തന്മാരുടെ കാര്യം തന്നെ ചീത്ത കളിക്കുന്നത്. ഒന്ന് നിർബന്ധിച്ച് നോക്കണ്ടേ? നിർബന്ധിച്ച് നോക്കും, ഞാൻ വാങ്ങിക്കും.